ധർമ്മക്ഷേത്രയുടെ ഇന്നത്തെ എപ്പിസോഡ് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാർ ഡാമിനടുത്തുള്ള കാളിപ്പാറ എന്ന സ്ഥലത്താണ്. ഐതിഹ്യവും ചരിത്രവും ചേർന്നിറങ്ങുന്ന കാളിപ്പാറയും ദേവീക്ഷേത്രവും തിരുവനന്തപുരം ജില്ലയുടെ കിഴക്ക് ഭാഗത്തെ കള്ളിക്കാട് പഞ്ചായത്തിലാണ് കാളിപ്പാറ എന്ന ഈ പുണ്യമല. നമ്മുടെ യാത്ര തലസ്ഥാനത്ത് നിന്ന് നെടുമങ്ങാട് നിന്ന് കോട്ടൂർ വഴി കള്ളിക്കട്ടേക്കാണ്. നിലവിൽ നെടുമങ്ങാട്, ആര്യനാട്, കോട്ടൂർ, കള്ളിക്കാട് റോഡ് നല്ല ഗതാഗത യോഗ്യമുള്ള റോഡാണ്. ഇതുവഴി നാം എത്തിച്ചേരുന്നത് നെയ്യാർ ഡാമിന്റെ മുൻഭാഗത്താണ്. ഇവിടെ നിന്ന് തെക്ക് കിഴക്ക് ഭാഗത്ത് ഏറ്റവും അടുത്ത് കാണുന്ന കൂറ്റൻ കൊടുമുടിയാണ് കാളിപ്പാറ. നെയ്യാർ ഡാമിലെത്തുന്ന സഞ്ചാരികൾക്ക് ഇവിടെ നിന്ന് ഈ കൊടുമുടി കാണാൻ കഴിയുമെങ്കിലും ഈ കാളിപ്പാറ അത്ര പരിചിതമല്ല. നാം നെയ്യാർ ഡാമിന്റെ ഇടതുഭാഗത്തെ റോഡ്, അതായത് പന്ത റോഡ് വഴിയാണ് പോകുന്നത്. നെയ്യാറിന്റെ മനോഹരമായ റിസർവോയറാണ് ഈ ഭാഗത്ത് കാണുന്നത്. അതിനുമപ്പുറം ആദിവാസി വനമേഖലയും അഗസ്ത്യാർകൂട പർവ്വതനിരകളുമാണ്. ഇവിടെ നിന്നും ഏതാണ്ട് 20 മിനിറ്റ് കൊണ്ട് കാളിപ്പാറയ്ക്ക് സമീപം എത്താൻ കഴിയും. നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത് കാളിപ്പാറയുടെ താഴ്ഭാഗത്തുള്ള നെയ്യാർ വ്യൂ പോയിന്റ് എന്ന സ്ഥലത്താണ്. ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ നെയ്യാർ അണക്കെട്ടും ജലസംഭരണിയുമൊക്കെ വളരെ ചെറുതായി അങ്ങ് ദൂരെ കാണാം. ഇവിടുത്തെ കാഴ്ച ഇത്രയും മനോഹരമാണെങ്കിൽ 2000 അടി ഏതാണ്ട് മുകളിലേക്ക് കയറിയാൽ കാണുന്ന കാഴ്ച വർണ്ണനാതീതമായിരിക്കും. നാം ഇപ്പോൾ കാളിപ്പാറയുടെ ചുവട്ടിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് കാളിപ്പാറയിലേക്കുള്ള കയറ്റം ആരംഭിക്കുന്നു. മേൽപോട്ട് കയറാൻ ഇനി കമ്പി വേലികളാണ് നമുക്ക് താങ്ങാനുള്ളത്. പാറയുടെ ഈ ഭാഗം ആനയുടെ മസ്തക രൂപത്തിലുള്ളതാണ്. ഈ ഭാഗത്തുകൂടി മാത്രമേ പാറയുടെ മേൽപോട്ട് കയറാനും കഴിയൂ. ചില ഭാഗങ്ങളിൽ സഹായമില്ലാതെ നടക്കാൻ കഴിയുമെങ്കിലും ചില ഭാഗങ്ങൾ ചരിവ് കൂടിയതും കീഴ്ക്കാൻ തൂക്കായതുമായ ഭാഗങ്ങളാണ്. വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വേണം മേൽപോട്ട് കയറാൻ, അല്ലെങ്കിൽ അപകടം ഉറപ്പാണ്. ഒറ്റയടിച്ച് കയറാൻ ശ്രമിക്കാതെ ഇടയ്ക്ക് അല്പം നിന്ന് വിശ്രമിച്ച് ചുറ്റിനുള്ള മനോഹാരിത കണ്ട് കയറി പോകുന്നതാണ് നല്ലത്. ഈ മലകയറ്റത്തോടൊപ്പം തന്നെ ഈ പാറയുടെ ചരിത്രവും ഐതിഹ്യവും ഇഴചേർന്ന മഹത്വം കൂടി അറിയേണ്ടതുണ്ട്. മഹാമുനിയായ അഗസ്ത്യൻ ഉത്തരഭാഗത്തു നിന്നും ദക്ഷിണഭാഗത്തേക്കുള്ള യാത്രക്കിടയിൽ മാർഗതടസ്സങ്ങളെല്ലാം മാറ്റി ഇവിടെ എത്തിയ മഹർഷി ഇവിടെയും തനിക്ക് വഴിമുടക്കിയായി ഒരു കൂറ്റൻ പർവ്വതം നിൽക്കുന്നത് കണ്ടു. ഒരു നിമിഷം കണ്ണടച്ച് ധ്യാനിച്ച മഹർഷിക്ക് മുന്നിൽ കാലത്തെ ഭദ്രമാക്കുന്ന ഭദ്രകാളിയായ ആദിപരാശക്തിയായ സാക്ഷാൽ ലോകാംബിക പ്രത്യക്ഷയായി. ദേവിയെ തൊഴുതു നിന്ന മഹർഷിക്ക് മുന്നിൽ മഹാപർവ്വതം വിനയാനിതനായി മുട്ടുമുടക്കി തന്നിലൂടെ കടന്നുപോകാൻ മാർഗമൊരുക്കി. ചില ഭാഗത്തെ പാറകൾ വീണ്ടും കയറി രണ്ടായി മാറുകയും ഗുഹാവഴികൾ രൂപപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അതാണ് ഇന്ന് കാണുന്ന അഗസ്ത്യ കവാടം. പർവ്വതം നൽകിയ വഴിയിലൂടെ മുഗൾ പാറയിലെത്തിയ മുനി ആദ്യം ഇവിടെ ദേവി പൂജ ചെയ്തുമെന്നുമാണ് ഐതിഹ്യം. അതിനുശേഷം ദേവിയുടെ അനുഗ്രഹത്തോടെ ഇതിന് തൊട്ടടുത്ത മറ്റൊരു പർവ്വതത്തിൽ തപസ്സിനായി പോവുകയും ചെയ്തു. ആ പർവ്വതനിരകളാണ് ഇന്ന് അഗസ്ത്യാർകൂട മലനിരകളെന്ന് അറിയപ്പെടുന്നത്. കാലം കഴിയുന്തോറും പൂജകളും ആരാധനക്രമവും വൈദേശികമായ അധിനിവേശവും രാജഭരണവുമൊക്കെ മാറി മറിഞ്ഞു. എങ്കിലും തിരുവിതാംകൂർ ചരിത്രവുമായും കാളിപ്പാറയ്ക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. രാജഭരണകാലത്ത് ഉലകൻകോത എന്ന പ്രമാണിയായിരുന്നു കാളിപ്പാറയിൽ പൂജാകാര്യങ്ങൾ ചെയ്തു പോന്നിരുന്നത്. അക്കാലത്ത് അപ്രതീക്ഷിതമായും ശത്രുക്കളിൽ നിന്നും ജീവ അപായം നേരിട്ട രാജാവ് ഇവിടെ എത്തുകയും ക്ഷീണിതനായ രാജാവിന് ഉലകൻകോത ദേവിക്ക് നൈവേദ്യമായി അർപ്പിച്ച പഴങ്ങളും കാട്ടുതേനുമൊക്കെ നൽകിയെന്നും പറയപ്പെടുന്നു. ദേവിയുടെ അനുഗ്രഹവും നേടിയ രാജാവ് ശത്രുക്കളെ മുഴുവൻ ഉന്മൂലനം ചെയ്ത് വീണ്ടും രാജ്യപാലനം നടത്തിയതായി പറയുന്നു. അത് മാർത്താണ്ഡവർമ്മ മഹാരാജാവായിരുന്നു എന്നാണ് വിശ്വാസം. ഏതായാലും അതിനുശേഷം ഈ പാറ ഉൾപ്പെടുന്ന 44 ഏക്കർ സ്ഥലം കരമൊഴിവായി ഉലകൻകോതയ്ക്ക് പതിച്ചു നൽകിയെന്നും അത് രേഖകളിലെ കാളിപ്പുറ്റയാണെന്നും പറയപ്പെടുന്നു. ഇതിനടുത്ത് തന്നെ ഉലകൻകോണം എന്നൊരു സ്ഥലവുമുണ്ട്. മുൻകാലങ്ങളിൽ തിരുവിതാംകൂറിൽ നിന്നും കൊടും കുറ്റവാളികളെ ഇതിനടുത്ത നെയ്യാർ ഡാം റിസർവോയറിന് അടുത്തുള്ള കോട്ടമൺമുറം എന്ന കോട്ടയിലാണ് പാർപ്പിച്ചിരുന്നത്. ഇപ്പോൾ ആ കോട്ട ജലസംഭരണിക്ക് ഉള്ളിലാണ്. അതിനും കുറച്ചു മാറിയാണ് ഇപ്പോഴത്തെ തുറന്ന ജയിൽ നിലവിലുള്ളത്. കോട്ടയിൽ നിന്നും കൊടും കുറ്റവാളികളെ കാളിപ്പാറയ്ക്ക് സമീപം എത്തിച്ച് വധശിക്ഷ നടപ്പാക്കിയിരുന്നതായും പറയുന്നു. അതിനാൽ തന്നെ ഈ ഭാഗത്തേക്ക് അധികമാരും വരാതാവുകയും ക്ഷേത്രപാലനവും പൂജകളുമൊക്കെ നിന്നുപോവുകയും ചെയ്തു. ഇത്തരം ഇടുങ്ങിയ വഴിയിലൂടെയാണ് ഇപ്പോഴും തലച്ചുമടായി ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ പൂജാസാധനങ്ങൾ കൊണ്ടുപോകുന്നത്. അങ്ങനെ പൂജ മുടങ്ങിയ കാലം കഴിഞ്ഞപ്പോൾ ആധ്യാത്മ ചിന്താലയ സ്വാമികൾ ദേവീ കടാക്ഷത്താൽ ഇവിടെ എത്തുകയും ഈ പാറമേൽ ദേവീ ചൈതന്യം മനസ്സിലാക്കുകയും പൂജകൾ പുനരാരംഭിക്കുകയും ചെയ്തു. ക്ഷേത്രത്തിൽ സ്വാമികൾ സ്ഥാപിച്ച വിളക്കിലാണ് ഇന്നും ആദ്യ ദീപം പകരുന്നത് എന്നതും ഏറെ ശ്രേഷ്ഠമാണ്. ശിവാനന്ദ സ്വാമികൾ ഉൾപ്പെടെ നിരവധി സന്യാസിമാരും യോഗീശ്വരന്മാരും സിദ്ധന്മാരുമൊക്കെ ഇവിടെ വന്ന് ദേവീ കടാക്ഷം നേടിയവരാണ്. നാം ഏതാണ്ട് പാറയുടെ മധ്യഭാഗം ആയിട്ടുള്ളതേ ഉള്ളൂ. ഇനിയും ധാരാളം മേൽപോട്ട് കയറാനുണ്ട്. തുടർന്ന് കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക. എം ഹരീന്ദ്രൻ, ഫൈറ്റർ TV.